വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ മത്തനിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും മത്തൻകായ് പൊഴിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാവാനുള്ള ടിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് മത്തൻ്റെ തലപ്പ് നുള്ളിക്കൊടുക്കുക. ഇതുപോലെയുള്ള തലപ്പ് നുള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ധാരാളമായിട്ട് പൂക്കളുണ്ടാവും. ഇത് പണ്ട് മുതലേ തന്നെ നമ്മളുടെ കർഷകർ ചെയ്യാറുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ പൊഴിഞ്ഞു പോവാതിരിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് മത്തൻ്റെ പെൺപൂവാണ്. പെൺപൂവിൻ്റെ താഴെ ഇതുപോലെ മത്തൻകായ ഉണ്ടാവും. ഇത് ആൺപൂവാണ്. അപ്പോൾ ആൺപൂവ് ഇങ്ങനെയാണ്. ഇതിൻ്റെ താഴെ മത്തനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതളുകൾ നുള്ളി മാറ്റാം. ഇതുപോലെ ഇതളുകളെല്ലാം നുള്ളി മാറ്റിയിട്ട് ഇതിൻ്റെ പൂമ്പൊടി നമ്മളുടെ പെൺപൂവിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ വണ്ടുകൾ ശലഭങ്ങളൊക്കെയാണ് സാധാരണ പോളിനേഷൻ ചെയ്യാറ്. അപ്പോൾ അത് നടന്നില്ലെങ്കിൽ മത്തൻകായ കൊഴിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യണത്. അപ്പോൾ പൂമ്പൊടിയൊക്കെ നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുക. ഇന്ന് 2 ആൺപൂ വിരിഞ്ഞിട്ടുണ്ട്, കുറേ പെൺപൂവും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതേപോലെ പൂമ്പൊടി കുടഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ മുമ്പേ പോളിനേറ്റ് ചെയ്ത മത്തൻ പൂക്കളാണ്. എല്ലാം തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കായൊക്കെ പോയതിന് ശേഷമാണ്, കൊഴിഞ്ഞു പോയതിന് ശേഷമാണ് ഞാനിവിടെ പോളിനേഷൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഇനി വലുതായി തന്നെ കിട്ടും, കൊഴിഞ്ഞു പോകാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു മത്തൻ ഉണ്ടായിരുന്നു. അതിൽ പോളിനേഷനൊന്നും ചെയ്യാതെ തന്നെ, അത് നമ്മൾ പോളിനേഷൻ ചെയ്യാതെ തന്നെ മത്തൻകായ നന്നായിട്ട് വലുതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.